ലിജിമോൾ, ജെയ്സൺ ആൻഡ് ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വളരെ ഖേദത്തോടുകൂടി തുടങ്ങുകയാണ്. 10,000 ഉറപ്പിച്ച അംഗങ്ങളുള്ള ഇടയൻ നെറ്റ്വർക്കിൻ്റെ 3ാമത് ആനുവൽ മീറ്റിങ്ങിൽ 70 പേര് ഫാമിലി സഹിതം വരാമെന്ന് രജിസ്റ്റർ ചെയ്തിട്ട് വളരെ കുറച്ച് പേര് മാത്രമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എങ്കിൽ കൂടിയും ഇത് ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം 3 വർഷങ്ങൾക്ക് മുൻപ് വളരെ ചെറിയ രീതിയിൽ ലണ്ടനിൽ ജെയ്സന്റെ നേതൃത്വത്തിൽ വളരെ ചെറിയ ഒരു കൂട്ടായ്മയായിട്ട് ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റായിട്ട് തുടങ്ങിയ ഇടയൻ 3 വർഷം കൊണ്ട് കുറേയേറെ വളരുവാനായിട്ട് സാധിച്ചു. ഈ ഒരു ചെറിയ മീറ്റിംഗ് അനുഗ്രഹപ്രദമായ ബഹുമാനപ്പെട്ട വൈദികരുടെ, രണ്ട് ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട വൈദികരുടെ സാന്നിധ്യത്തിൽ ഇതിനൊരു പുതിയൊരു ടെസ്റ്റ് ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പായിട്ട് കരുതുകയാണ്. മെയിൻ സ്പോർട്സ്മാനായിട്ട് TV-യിലൊക്കെ വരാറുള്ള അച്ഛൻ ഒരുപാട് തിരക്കുകളുള്ള ഒരു വൈദികനാണ്. അതിരമ്പുഴ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഫൊറോനയുടെ വികാരിയാണ്. അതിപ്പോ പെരുന്നാൾ നടക്കുക. എന്നിട്ട് ഇങ്ങനൊരു ചെറിയൊരു പ്രോഗ്രാമിൽ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അച്ഛൻ വരണം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയ പരിപാടികൾക്കിടയിൽ നിന്ന് ഈ കുഞ്ഞു പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട മാണിയച്ഛൻ കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇടയൻ മാധ്യമ കൂട്ടായ്മയുടെ പേരിൽ ബഹുമാനപ്പെട്ട മാണി പൊതിയിലച്ഛന് നിങ്ങളുടെ എല്ലാം പേരിൽ ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട പരിക്കേഴച്ഛനാണ്. അച്ഛനും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സന്ദേശ നിലയം ഡയറക്ടറായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ജാഗ്രത സമിതി മാധ്യമരംഗവുമായിട്ട് അച്ഛൻ നല്ല ബന്ധമുണ്ട്. അച്ഛൻ അടുത്തിടയിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അച്ഛൻ അതിരൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ നമ്മുടേതായിട്ടുള്ള കുടുംബ കൂട്ടായ്മയുണ്ട്, നമ്മുടെ ഒരു മാഗസിനുണ്ട്. അതിലൊക്കെ അച്ഛൻ വളരെ റെഗുലറായിട്ട് എഴുതാറുണ്ട്. ഇടയനെ അറിയുകയും അച്ഛനെ ഇടയനെ സ്നേഹിക്കുകയും ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ അച്ഛനെ കാണാറുണ്ട്. ചാൻസലറായതുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട ജോസഫ് പനക്കേട് അച്ഛനെ ഞാൻ നിങ്ങളുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വിശിഷ്ട അതിഥി, എനിക്ക് ഒരുപാട് ഖേദം തോന്നുകയാണ്. കാരണം അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യനാണ്. അദ്ദേഹം ലേറ്റി കമ്മീഷന്റെ, സീറോ മലബാർ സഭയുടെ ലേറ്റി കമ്മീഷന്റെ സെക്രട്ടറിയാണ്. ലേറ്റി മൂവ്മെന്റുകളെ ഏറ്റവും അധികം അടുത്തറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സെബാസ്റ്റ്യൻ സാറ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുവാൻ ഒരുപാട് തിരക്കുകൾക്കിടയിലും ഓടിയെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അറിയാറുണ്ട്. ലേറ്റി വോയിസ് വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ലേറ്റിയായിട്ട് ബന്ധപ്പെട്ട അവിടെ നിന്ന് അയച്ചു തരുന്ന ന്യൂസുകൾ ഇടയിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. കാരണം സൗദിയിലുമൊക്കെ ഉള്ളവർ ലേറ്റി നെറ്റ്വർക്കിന്റെ കാര്യങ്ങൾ കുറേയൊക്കെ അറിയുന്നത് ഇടയിലൂടെയാണ്. എങ്കിലും നമ്മുടെ ഈ ചെറിയൊരു കൂട്ടായ്മയിലേക്ക് സെബാസ്റ്റ്യൻ സാറ് സന്തോഷത്തോടു കൂടി കടന്നു വന്നു. അദ്ദേഹത്തെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഞാൻ ഈ കൊച്ചു കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ വേദിയിലിരിക്കുന്ന ഒരു വിശിഷ്ടാതിഥി ഡോക്ടർ ലിജിമോൾ ജേക്കബാണ്. ലിജിമോള് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുകയാണ്. ലിജിമോളും ഞാനും ഒന്നിച്ചാണ് കുട്ടികളുടെ ഭാരവാഹികളായിട്ട് മിഷണറിയിൽ വർക്ക് ചെയ്തത്. ഇപ്പൊ രണ്ടുപേരും വളർന്ന് പ്രായമായി, ഞങ്ങൾക്കും കുട്ടികളായി, ഞങ്ങളുടെ കുട്ടികൾ ഇപ്പൊ മിഷണറിയിൽ ആക്റ്റീവായി. ലിജിമോളുമായിട്ട് വർഷങ്ങളുള്ള, അന്നു മുതലുള്ള ആ ഒരു സ്നേഹബന്ധത്തിന്റെ പേരിൽ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിലും ഇതുവരെ ഇടയന്റെ ഒരു കാര്യങ്ങളിലും സഹകരിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇനിയുള്ള നാളുകളിൽ ഇടയൻ ഒരു മുഖ്യ അഡ്വൈസർ എന്ന നിലയിൽ ഇടയൻ കൂടുതൽ വളരുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലിജിമോളിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു കൊച്ചു സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് അസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ലിജിമോൾക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ നമുക്ക് സ്വാഗതം ചെയ്യാം. ബാക്കി കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഇടയൻ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പം കടന്നു വരുവാനായിട്ട് കുറെ പേര് 11, 12 പറഞ്ഞിട്ടുണ്ട്. അവർക്കും ഒക്കെയും ഞാൻ പ്രത്യേകമായിട്ട് ഇടയൻ കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം പറയുകയാണ്. നമുക്ക് ഇനിയും ഒരു ചെറിയ ഇതുള്ളത് അച്ഛന് തിരക്കുള്ളത് കൊണ്ട് അച്ഛൻ ഉദ്ഘാടനം നടത്തിയിട്ട് പോകും. മാണിയച്ഛൻ ഒരു ഉദ്ഘാടന സന്ദേശം നൽകും. അതിനുശേഷം തിരിച്ച് നമുക്ക് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാം.